ഗായ്സ്, അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെയാണെന്ന്. ഞാൻ വേറെ എവിടെയല്ല ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീടെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇത് കുറേ വർഷം പഴക്കമുള്ള വീടാണ്. ഇവിടെയാണ് എൻ്റെ അച്ഛമ്മ അച്ഛൻ അവരൊക്കെ ഉള്ളപ്പോൾ തൊട്ടുള്ള വീടാണ്. അവർ ജനിച്ചപ്പോഴുള്ള വീടല്ല, പക്ഷെ അതിന് ശേഷം മാറിയ വീടാണ്. എനിക്ക് തോന്നുന്നു 25 വർഷം എന്തായാലും പഴക്കമുണ്ട്. അപ്പോൾ നമ്മുടെ തറവാടെന്നൊക്കെ പറയില്ലേ, തറവാടായിട്ട് വരും. അപ്പോൾ നമ്മൾ അവിടെയാണ് നിൽക്കണത്, അച്ഛമ്മയുടെ കൂടെയാണ് നിൽക്കണത്. ഞാനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ അനിയത്തി, അച്ഛമ്മ, നമ്മൾ 4 പേരാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള പ്രകൃതി രമണീയമായ പച്ചപ്പുകളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ ദിവസമായി ഞാൻ വിചാരിക്കണു ഒരു ഈവനിങ് വ്ളോഗ് ചുമ്മാ എടുത്താലോ, ഈ ചെടികളൊക്കെ സംഭവങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമല്ലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ചുറ്റുപാട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വീടൊക്കെ അലങ്കോലെ കിടക്കിയിരിക്കും, അതുകൊണ്ട് വീടൊന്നും ഞാൻ കാണിക്കില്ല. ചുറ്റുപാട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള മരങ്ങൾ, ചെടികളൊക്കെ. ഇപ്പം അത്രയ്ക്ക് ചെടിയൊന്നുമില്ല, പണ്ട് കുറേ ഉണ്ടായിരുന്നു. മറ്റു വെള്ളപ്പൊക്കത്തിനൊക്കെ ശേഷം ചെടികളൊക്കെ പോയി. ഇപ്പം ആകെ ഇത്രയും ചെടികളൊക്കെ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ ഒരു അമ്മയുടെ വീടായിരുന്നു, ഞാൻ കാണിക്കാൻ വിട്ടു. എൻ്റെ ക്യാമറയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും, സെൽഫി അല്ല, പക്ഷെ ബാക്ക് ക്യാമിന് കുറച്ച്, കാരണം ഈ സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് പോകുമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ഫോണിൻ്റെ നൈറ്റ് ടൈം പെർഫോമൻസ് ഭയങ്കര ശോകമാണ്. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉണ്ടാവും. എന്നാലും ഞാൻ ഈവനിങ് വ്ളോഗ് എന്ന് പറയുമ്പോൾ രാവിലെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ജസ്റ്റ് എല്ലാം കാണിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തും. അപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൂച്ചകളുണ്ട്. അത് നമ്മൾ ആയിട്ട് മേടിച്ച് വളർത്തിയതൊന്നുമല്ല, പൂച്ചകൾ തന്നെ കയറി വന്നതാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് അതിൻ്റെ മെയിൻ ആൾ, അവർ നോക്കുന്നതൊക്കെ, ഫുഡ് കൊടുക്കുന്നതും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 2-3 പൂച്ചയുള്ളൂ. 2 പൂച്ചയൊക്കെ എങ്ങോട്ടോ പോയി, എവിടെ പോയി എന്നറിയാൻ പാടില്ല. അപ്പോൾ അവരൊക്കെ ഉണ്ടാവും വ്ളോഗിൽ. അവരൊക്കെ നമ്മുടെ മെയിൻ താരങ്ങളായിരിക്കും ഈ വ്ളോഗിലേക്ക്, കാരണം അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അവരെ ഒഴിവാക്കാണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അവർക്ക് പിന്നെ പരാതിയായാലോ. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ അതിഥികൾ. നോക്കൂ, ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചെടിച്ചട്ടിയുടെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. മൈൻഡൊന്നുമില്ല, നമുക്ക് മൈൻഡ് ചെയ്യണ്ട, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഇത് താമരയാണ് ഗൈസ്, താമര. ഇതിപ്പോൾ വാടിപ്പോയി, 2-3 പ്രാവശ്യം ഉണ്ടായിട്ട് അത് കൊഴിഞ്ഞൊക്കെ പോയി ഇതളുകൾ. ഇത് വരാൻ പോകുന്നു 2 എണ്ണം. ഇങ്ങനെയായിരിക്കും ഗൈസ്, കണ്ടോ, ഭയങ്കര ചെറുതായിരിക്കും. അത് ആക്ച്വലി ഇതുപോലെ അതിൻ്റെ ബഡ് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് അമ്മയുടെ പണിയാണ് കേട്ടോ, എൻ്റെ അമ്മയുടെ പണിയാണ്, അമ്മയുടെ കഷ്ടപ്പാടുകളാണ്. ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ആകെ അവിടെ ഒരു സംഭവത്തിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് പിന്നെ നോക്കി ഇത്രയുമായി. ഇവിടെയും ഉണ്ട്, പിന്നെ അവിടെ ഉണ്ട്, പിന്നെ കണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ഇതാണ്. അതായത് നമ്മൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ഒരു 2-3 പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറക്റ്റ് ഇതായിട്ട് അതിനെ മാറ്റി നട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ചെടി വളരില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുരടിച്ചു പോവും. ഇപ്പം ഇത് കണ്ടോ, ഒന്നും ഉണ്ടാവുന്നില്ല. ഇതിനിപ്പോൾ മാറ്റേണ്ട സമയമായി. അപ്പോൾ നമ്മൾ മാറ്റി വരുമ്പോൾ അതിന് കുറേ വീണ്ടും ബഡ്സ് വരുമല്ലോ. അപ്പോൾ അതിങ്ങനെ മാറ്റി കുറേ ഇതായിട്ട് മാറും. ഇത് കണ്ടോ, പിങ്ക് കളറ്, പിങ്ക് ക്യാമിൽ നേരിട്ട് കാണാൻ കുറച്ചുകൂടി കളർ വ്യത്യാസമുണ്ട്. കണ്ടോ, ഒരു ചെറിയതൊക്കെ ആയിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. നോക്കൂ ഗൈസ്, അവിടെ ഒരെണ്ണമുണ്ട്. അതേ പിന്നെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ പായലുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു വലിയ തവളയുണ്ട് ഗൈസ്, കണ്ടോ, തവള, ഒരു തവള ചാടിയതാണ് ഗൈസ്. അയ്യോ, ഞാൻ പേടിച്ചുപോയി. ഞാനൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, പെട്ടെന്നായിരുന്നു തവളയുടെ ചാട്ടം. അതുവരെ ഭയങ്കര സമാധാനപരമായിട്ട് വ്ളോഗ് എടുത്തുകൊണ്ടിരുന്ന ഞാനായിരുന്നു, പെട്ടെന്നൊന്നും ഞാൻ ഞെട്ടിപ്പോയി. ആക്ച്വലി ഇത് വെള്ളത്തിൽ തന്നെയാണ് ചാടിയത്, പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പെട്ടെന്നായിരുന്നു അത് ചാടിയത്. അപ്പം അതിൻ്റെ ഒരു
ഷോക്കിലാണ് ഞാൻ പെട്ടെന്ന് ഒച്ച എടുത്തത്. എനിക്കൊന്നും നാട്ടുകാർ മൊത്തം കേട്ടെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ഒച്ച. ബാക്കിൽ എൻ്റെ അനിയത്തിയാണ്. ഞാൻ അവരൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ വീഡിയോയിൽ. അപ്പോൾ ഇനിയിപ്പോൾ അയ്യോ ഞാനിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും. ആ തവള എന്നെ സ്കെച്ച് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. മിക്കവാറും അത് എൻ്റെ മേത്തോട്ട് ചാടാതിരുന്ന ഭാഗ്യം. ഞാൻ ബാക്കി ഇത് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, ഇത് താമരയാണ്. ഇതിനെന്തൊരു പേരുണ്ട്, സഹസ്രദളം അല്ലാന്ന് തോന്നുന്നു. ലൈക്ക് 1000 petals അതല്ലാന്ന് തോന്നുന്നുണ്ട്. അയ്യോ എനിക്കിതിനെപ്പറ്റി വലിയ, എൻ്റെ അമ്മയ്ക്കാണ് ഗൈസ് അറിയുള്ളൂ. അമ്മ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇതാകെ നോക്ക്, പായലൊക്കെ പിടിച്ച് ആകെ നാശമായിട്ടിരിക്കുകയാണ്. ഇതിനെ ഫുൾ ക്ലീൻ ചെയ്യണം. അതായിരുന്നു ഫസ്റ്റ് സംഭവം ഉണ്ടായത്. അതിൽ ആമ്പലാണ് കേട്ടോ ഗൈസ്, ആമ്പലിൻ്റെ ഇലയാണത്. അതിൽ കുറേ ഗപ്പികളുണ്ട്. ഇതിലൊന്നും നമ്മൾ ഗപ്പീനെ അങ്ങനെ ഇട്ടിട്ടില്ല, കാരണം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് മീനെ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പോൾ കുറേയൊക്കെ ചത്തു. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് അങ്ങനെ അധികം ഇട്ടിട്ടില്ല. കണ്ടോ, ഇതിലൊരെണ്ണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ കട്ടുറുമ്പ്, ക്ലാരിറ്റി ഇപ്പോൾ ക്ലിയർ അല്ലേ ഗൈസ്? ഇടയ്ക്ക് ബ്ലറാവുന്നുണ്ട് ക്യാം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കണ്ടോ, പൂക്കളൊക്കെ കുറവാണ് കേട്ടോ, പൂക്കളൊക്കെ കുറവാണ്. ഇതൊരു സപ്പോട്ടയുടെ മരമാണ്. സപ്പോട്ടയൊന്നുമില്ല ഗൈസ്, സപ്പോട്ടയുടെ മരമാണ്. അതുപോലെ ഇത് മറ്റേ എല്ലാവരും പറയണ പോലെ മാങ്ങയുടെ മരം, മാങ്ങമരമല്ല മാവാണ്. ഞാൻ ചുമ്മാ പറഞ്ഞാണത്. മിക്ക ആൾക്കാരങ്ങനെ പറയുമല്ലോ, ഇടയ്ക്ക് വായിലങ്ങനെ വരും. എന്നാലും മാവാണ് ഗൈസ് ഇത്. പിന്നെ അത് ജാതിക്ക. ഇത് കണ്ടോ, ഇവിടെ വേറെ ജാതിക്കയുണ്ട്. ഇവിടെ ഫുൾ കാടാണ് കേട്ടോ ഗൈസ്, വീട് ചുറ്റും കാടാണ്. പച്ചപ്പും ഹരിതാപം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഞാൻ അവളെ വീഡിയോയിൽ പെടുത്താണ്ട് പെട്ടെന്ന് മാറ്റിയതാണ് കേട്ടോ. നോക്കൂ മുകളിലൊക്കെ കണ്ടോ, ഈ ഇത്രയും മരമുള്ളതുകൊണ്ട് തന്നെ നല്ല തണലൊക്കെ ഉണ്ട് വീട്ടിൽ, തണലുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, ആക്ച്വലി ഇപ്പോൾ മുമ്പെന്നൊക്കെ പറയണത് നമ്മുടെ വീട് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ ഒരു അമ്മായിയുടെ വീടെന്ന് കാണിച്ചില്ല, ആ വീടൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെ സൈഡിലൊന്നും വീടുണ്ടായിരുന്നില്ല. ഈ ഒരു പരിസരത്ത് ഇവിടെ നമ്മുടെ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എന്നൊക്കെ പറയണത് ഫുൾ കാട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കാട്, സൈഡിൽ കാട്, ബാക്കിൽ കാട്, ഓവറോൾ കാട്. ഞാൻ എന്നിട്ട് പറയുമായിരുന്നു, എൻ്റെ വീട് ഒരു കാടിസുല പോലെ. നമ്മൾ മറ്റേ ഫുൾ സൈഡ്സ് വാട്ടർ പെനിൻസുല എന്ന് പറയണ പോലെ കാടിസുല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അവരും ചോദിക്കാറുണ്ട്, എന്താടി അത് കാടിൻ്റെ ഉള്ളിലാണല്ലോ വീടെന്ന്. പക്ഷേ എനിക്കിങ്ങനെ മരങ്ങൾ, ചെടികൾ ഇതൊക്കെ ഇഷ്ടമാണ്. തണലാണല്ലോ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് തണലായിരിക്കും, തണുപ്പുണ്ടാവും. പക്ഷേ ഈ ജാതിയുടെ മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കൊതുവാണ്, ഒരു രക്ഷയില്ല. കൊതു എന്ന് വെച്ചാൽ അങ്ങേയറ്റം കൊതു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട്, കിണർ കാണിച്ചു തരാം ഗൈസ്. കിണറുണ്ട്, കിണറൊക്കെ ആകെ ഇതായിട്ടിരിക്കുകയാണ്, അത് അടച്ചിട്ടേക്കാണ്. കണ്ടോ, ഇവിടെയൊക്കെ ജാതിക്ക, ഇവിടെയൊക്കെ ഇങ്ങനെ ചെടികളുണ്ട്. ആക്ച്വലി അവിടെ പറമ്പിന് പണ്ട് ഇതുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു കേട്ടോ, തൊഴുത്തുണ്ടായിരുന്നു, പശുക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല ഗൈസ്. പിന്നെ അവിടെ നമ്മളവിടെ എൻ്റെ അച്ചമ്മയാണ് അത് കാണുന്നത്. അവിടെ സർപ്പക്കാവ് ഉണ്ട്, അപ്പോൾ അച്ചമ്മ വെള്ളക്കൊറ്റാൻ പോയിക്കാണ്. പിന്നെ എന്താ, അങ്ങനെയൊക്കെ അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല, ബാക്കി ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. ബത്തിപ്പൂ കണ്ടോ ഗൈസ്, നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്. കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം പോയി. ഇപ്പോൾ ഇത് കണ്ടോ, കറ്റാവഴയൊക്കെ ആകെ മോശമായിട്ടിരിക്കണേ. ഇതൊക്കെ റോസാണ്. ഹാൻഡിലും കൊല്ലത്തിലൊക്കെ ഇപ്പോൾ പൂവുണ്ടാവും, എപ്പോഴൊന്നുമില്ല. നേരത്തെ കണ്ട സെയിം ചെമ്പരത്തിയാണ് അവിടെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അതൊക്കെ ഉണ്ട്. പിന്നെ അതെ നമ്മുടെ പൂച്ചക്കുട്ടികൾ. പിന്നെ ഇത് നന്ദ്യാർവട്ടപ്പൂവിൻ്റെ ചെടിയാണ്, കണ്ടോ. ഇത് പൂ കാണാൻ നല്ല രസമാണ്, കുറേ പെറ്റൽസായിട്ട് ഇങ്ങനെ 2 ലെയർ, നല്ല തിക്ക് ലെയറൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അതുണ്ടായി കഴിയുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ ചെറിയ മുട്ട്. ഇത് ആക്ച്വലി കണ്ണിനൊക്കെ ഭയങ്കര നല്ലതാട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ കണ്ണിന് ഇപ്പോൾ വല്ല അസുഖം, കണ്ണിക്കേട്, അല്ലെങ്കിൽ കണ്ണിന് ഭയങ്കര ചൂട്, അല്ലെങ്കിൽ കണ്ണിന് ഇറിറ്റേഷൻ, സ്ട്രെയിനൊക്കെ വരുമല്ലോ കുറേ ഫോണും അല്ലെങ്കിൽ ലാപ്ടോപ്പും അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തുള്ളിമരുന്നിനേക്കാളും ഈ പൂവ് തലേ ദിവസം രാത്രി നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം വെച്ച് കണ്ണൊക്കെ കഴുകണ ഭയങ്കര നല്ലതാണ്. നല്ല റിഫ്രഷിങ്, നല്ല കൂളിങ് എഫക്റ്റാണ്. നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാം. അതാകുമ്പോൾ മറ്റേ മരുന്നിനേക്കാളും
കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുമല്ലോ. കുറേ സൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ റോഡായതുകൊണ്ട് കുറേ വണ്ടികളൊക്കെ പോണേണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഗൈസ്. പിന്നെ ഇവിടെ വേറെ ചെമ്പരത്തി ഉണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചോന്ന് ഓർമ്മയില്ല, കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് വേറെ ചെമ്പരത്തി. നല്ല രസമില്ലേ, 2 ലെയറായിട്ട്. ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് തവള ചാടിയത്, അതുകൊണ്ട് അടുത്ത് ഞാൻ അധികം പോകുന്നില്ല. നോക്കൂ, നല്ല ഭംഗിയില്ലത്, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചിയുടെ ചെടിയാണ്. പണ്ട് ഉണ്ടാവാനായിട്ട് അച്ഛമ്മയെ കൊണ്ട് പറഞ്ഞ് നട്ടിപ്പിച്ച് ഇപ്പം അത് കാട് പോലെയായി. കണ്ട മുകളിലൊക്കെ. ആക്ച്വലി ഇവിടെ ഇത് കണ്ടോ ഗൈസ്, നിങ്ങളിത് ഇത് നോക്കൂ, കണ്ടോ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇത് തുപ്പലാണെന്ന്. തുപ്പലല്ല ഗൈസ്. ആക്ച്വലി ഞാനും വിചാരിച്ച്, ഞാനിപ്പോൾ അവിടെ എണ്ണ കാച്ചാൻ വേണ്ടി ഈ മൈലാഞ്ചിയുടെ ഇല പറിക്കാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുമല്ലോ, തുപ്പലാന്നായിരിക്കുമല്ലോ. ഇത് ആരും ഇതിലൊക്കെ തുപ്പി വെച്ചേന്നൊക്കെ വിചാരിച്ച്. അതും ചിലതൊക്കെ ഭയങ്കര ഹൈറ്റിൽ, നമ്മളിവിടെ അത്ര ഹൈറ്റില്ലാത്ത ഞാൻ ഇത്ര ഹൈറ്റിലാരാ തുപ്പിയേ, മൂളിൽ നിന്ന് ആരെങ്കിലും തുപ്പിന്നാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ അമ്മോട് പറയുമായിരുന്നു, അമ്മ അതിലാരോ എന്താ ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ പറഞ്ഞ് ഏതോ ഒരു എന്താ പറയുക, ഒരു ഉപ്പനോ എന്തോ ഒരു സാധനം ഇങ്ങനെ തുപ്പും അത്രേ, അതായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഉപ്പനൊന്നല്ല, അത് മറ്റേ പ്യൂപ്പ ഉണ്ടല്ലോ, പ്യൂപ്പ, അതിൻ്റെ സംഭവം ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഇങ്ങനെ കണ്ടിട്ടില്ല, മറ്റേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ച് സ്റ്റേജസ് ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉണ്ടായി നിൽക്കണത്, മറ്റേ പ്യൂപ്പയുടെ സംഭവം ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ആരോ തുപ്പിയതാന്ന്. പക്ഷെ തുപ്പിയതല്ല ഗൈസ്, അത് പ്യൂപ്പ എന്തോ ആണ്. ഞാനപ്പോൾ അത് ഇങ്ങോട്ടേക്ക് ആക്കിയപ്പോൾ അത് കുറച്ച് മാറിപ്പോയി. വേറെ ഇലകളൊക്കെ പറിക്കാൻ ശ്രമിച്ചപ്പോൾ ആക്ച്വലി അതിങ്ങനെ അങ്ങോട്ടും മാറി. പക്ഷെ ഇത് ഇപ്പോൾ കാണണ്ടോയെന്ന് എനിക്കറിയില്ല. നേരത്തെ ഞാൻ നോക്കിയപ്പോണ്ടല്ലോ ഇതിങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ഫോക്കസ് ചെയ്യാൻ നോക്കിയിട്ട് അത് റെഡിയാവുന്നില്ല, ബ്ലറായി പോണു. അനങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം അത്, അതായത് ചെടി അനങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്, ഞാൻ പ്യൂപ്പ മീൻസ് ആ സാധനം അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ സാധനം അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞ കറക്റ്റാണെന്ന്. അല്ലാണ്ട് ചെടി അനക്കുമ്പോൾ അനങ്ങുന്നതല്ല, അതിൻ്റെ ഉള്ളിലൊരു സാധനം എന്തോ ഒരിത്. പിന്നെ ഞാൻ മേടിച്ചു, പാവം അവിടെ ഇരുന്നോട്ടെ. അത് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് വരുമ്പോൾ കാണാമല്ലോ, ഇവിടെ കുറേ ബട്ടർഫ്ലൈ ഉണ്ടാവാറുണ്ട് സാധാരണ, പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ ഞങ്ങളുടെ പൂച്ചകളുണ്ട്, എൻ്റെ പൊന്നോ, ഒരു തുമ്പീനെ ഒന്നിനെയും വെറുതെ വിടില്ല, അവർക്ക് എന്ത് കിട്ടിയാലും വേണം. നല്ല കോമഡിയാണ് കണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഇപ്പോൾ രാവിലത്തെ സമയത്തൊക്കെ കിളി ഉണ്ടാവുമല്ലോ, കിളി ഉണ്ടായിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കിളികളുണ്ടല്ലോ, അവർ പോയിട്ട് കിളിയെടുത്ത് പോയിട്ട് കിളിയെ പിടിക്കാൻ നോക്കും. അവർക്കതിനെ വേണം, മനസ്സിലായി. എന്നിട്ട് കിളിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടിരിക്കും. എന്നിട്ട് ഇപ്പോൾ നമ്മളിവിടെ കാണാണ്ടിരുന്നതിനെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കിളികളൊക്കെ ഉള്ള മരത്തിൻ്റെ അടിയിലുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മരത്തിൽ കയറിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ ഒരു വലിയ മരം കാണിച്ചില്ലേ, മാവ്, അവിടെയൊക്കെ മരത്തിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് കിളിയൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കും. അവർക്കറിയില്ലല്ലോ അവർക്ക് കിട്ടില്ലെന്ന്, പാവങ്ങൾ. നമ്മൾ പറയാറുണ്ട്, പക്ഷെ മനസ്സിലാവണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതൊക്കെ വീടിൻ്റെ സൈഡാണ്. വാഴ, പിന്നെ എന്തിട്ടാണത്, ഇതൊരു മാവിൻ്റെ തൈയാണ്. ഇതുവരെ അത് വളർന്നിട്ടില്ല ഗൈസ്. ഇത് കണ്ടോ, ആ ഒരു സംഭവം ലൂബിക്കയാണ്. ലൂബിക്കയുടെ കുറേ കുരുക്കളൊക്കെ അത് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നണു. അതിൻ്റെ കായയില്ല, കുരുക്കളല്ല കായ. യെസ്, നോക്കൂ, കായൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ടൊന്നും ക്ലിയർ ആവുന്നില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുക്കാം. കണ്ടോ ഗൈസ്, ഇതൊക്കെയാണ് സംഭവങ്ങൾ. നോക്കൂ, കണ്ടോ, ഇത് ബാക്ക് സൈഡിലെ പറമ്പാണ്. ഇതൊരു പുളിമരമാണ്. പുളിയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല, ഉണ്ടായാലും വലിയ ഗുണമില്ല. പിന്നെ അത് കണ്ട ജാതിക്ക, അതൊക്കെ പറമ്പാണ്. അപ്പുറത്തൊരു വീടുണ്ട് ബാക്ക് സൈഡിൽ, കാണുന്നുണ്ടോ നിങ്ങളെന്ന് എനിക്കറിയില്ല, ദബടെ. പിന്നെ നോക്കൂ, ടെറസാണ് ഗൈസ്, ടെറസ് വീടിൻ്റെ ബാക്ക് സൈഡാണ്, കണ്ടില്ലേ. പിന്നെ ഇതൊരു ചാമ്പയ്ക്ക മരം ഗൈസ്. ഞാനിപ്പോൾ കുറച്ച് പൂവിൻ്റെ ഇതൊക്കെ എടുക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയിക്കായിരുന്നു, ചുമ്മാ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. ആക്ച്വലി എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഫോട്ടോ വീഡിയോ അതൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചുമ്മാ രസം, കുറച്ചാളായിട്ടുള്ളൂ അതിനോടൊരു ഇഷ്ടം വന്നിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായി ഗൈസ്, നിങ്ങൾക്കറിയോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോ കുറച്ച് ഷോർട്ട് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത്
ഞാൻ പെട്ടെന്ന് പൂച്ചകളെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിൽ ആക്ച്വലി ഞാൻ ഓണാക്കിയിട്ട് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇടയ്ക്ക് ഞാൻ ക്യാമറ അവരിലേക്ക് കാണിക്കാൻ വേണ്ടി ഞാനെന്തോ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത്. പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഓണായി എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ച് ഞാൻ വൈൻഡപ്പ് വരെ ചെയ്തു വീഡിയോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓ മൈ ഗോഡ്, അതൊക്കെ ആക്ച്വലി ഒന്നും ഓണാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പൂച്ചകളെ കാണിക്കാൻ വേണ്ടി ഇതാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഇടയിൽ ഓഫ് ചെയ്തു. അത് ഞാൻ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എന്താ ആ വീഡിയോ ഒന്നും വന്നിട്ടില്ല, പോയി. അപ്പോൾ വീണ്ടും എനിക്ക് എടുക്കേണ്ടി വന്നു. നല്ല രീതിയിലൊക്കെ വൈൻഡപ്പ് ചെയ്തതായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുപോലെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നന്നാവണമെന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്ക് എനിക്കിതുപോലെ പറ്റാറുണ്ട്. ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഫുള്ളായിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പം അധികം ക്ലാരിറ്റി കുറഞ്ഞു തുടങ്ങി ഇവിടെ. പിന്നെ കൊതുകൊക്കെ കടിക്കുന്നുണ്ട്. സന്ധ്യയായി നല്ല രീതിയിൽ. എനിക്ക് തോന്നുന്നു ഒരു 6:30 ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവൻ്റെയൊക്കെ വീഡിയോ, ഇവൻ ഇവിടെ ഇരിക്കുകയായിരുന്നു പറഞ്ഞില്ലേ, ചെടിച്ചട്ടിയിൽ ഇവൻ്റെ ഇരുന്നിട്ടുള്ള നല്ല വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവനോട് സംസാരിക്കുന്ന അതൊന്നും വന്നില്ല ഗൈസ്. അതൊന്നും ഹലോ എന്താ ഹലോ ഉണ്ടോ? എന്താണ് ഉണ്ടെന്നെ മൈൻഡ് ചെയ്യാത്ത? ഭയങ്കര ഗൗരവത്തിൽ എൻ്റെ ശല്യം കാരണം ഞാൻ സെൽഫി എടുക്കാൻ പോയപ്പോൾ അവൻ പോയതാണ് ഗൈസ്. അവിടെ നിന്ന് എനിക്ക് പോയതാ. എന്താ? ശങ്കരാണോ? ശങ്കരം. ഞാൻ അപ്പുറത്തൊന്ന് സെൽഫി എടുക്കൂട്ടാ, കുറുമ്പെടുത്താ. ഇവിടെ ആരാ നോക്കൂ. ആരുവാ? എൻ്റെ മുടി ഇതേ. ആരുവാ? മുടിയാണോ? പേടിച്ചു പോയി ഗൈസ്. അവൻ എൻ്റെ മുടി കണ്ട് പേടിച്ചു പോയി. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. കൊതു എന്നെ കൊതുവൊക്കെ കുത്തണം. ഒരാൾ നേരത്തെ ഇതിൽ കൂടെ ഇവനെ കാണിക്കാൻ പോയപ്പോഴാണ് നേരത്തെ വീഡിയോ ഞാൻ കട്ടാക്കിയിട്ട് ഓണാക്കാൻ വിട്ടുപോയി. ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോയതാണ്. ഞങ്ങളുടെ ശല്യം കാരണം അവിടെ ആകുമ്പോൾ മര്യാദയ്ക്ക് ഉറങ്ങാമല്ലോ. ആരൊക്കെ കരയണേ? എന്താ കരയണേ? കാണുന്നില്ല ഗൈസ്. അമ്മ എന്തോ രാവിലെ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് അവൻ. ഇത്രയും നേരം അമ്പലത്തിൽ നിന്ന് സൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദീപാരാധനയൊക്കെ കഴിഞ്ഞു. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, പുതിയാവെന്ന് പറയും. നല്ല അടിപൊളി അമ്പലം. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുള്ളൂ, കേൾക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും നല്ല അമ്പലം. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ നമ്മുടെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴൂ. കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്താം. ചുറ്റും നല്ല രസമൊക്കെയാണ് കാണാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ബൈ.